ഇതൊരു അജണ്ടയാണ്. അതിപ്പോൾ ക്രിസ്ത്യാനിയൊന്നല്ല ഇവിടുത്തെ ടാർഗറ്റ്. മുസ്ലിങ്ങളാകും, സർദാറാവുമാനെ ഇവിടെ ലക്ഷ്യമൊന്നും ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി എല്ലാ വക്രതയും കാണിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തുകയാണ്. ഇത്തരം ഒരു സംവാദത്തിന് ആഗ്രഹിച്ചത് തന്നെ ഈ സഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ രക്തസാക്ഷികളായവർ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഇത്രയും ഇന്ത്യൻ പൗരന്മാരായിട്ട് കൂടി ഈ ഒരു മൂന്നാംകിട പരിഗണന അവർക്കുണ്ടാകുന്നതും കൊല്ലപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും ഒക്കെ. നീതി പോലും, മരിച്ചവർക്കുള്ള നീതി പോലും കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ ഈ കാരണം കണ്ടമാലില് അവിടെ അവർ പറഞ്ഞ ആ ഭാഷയുണ്ടല്ലോ, ഹമേ ഉല്ലുബനായ, ഞങ്ങളെ വിഡ്ഢികളാക്കി എന്ന് ഹിന്ദുക്കൾ പറയുകയും. അപ്പം ഞാനിങ്ങനെ പലരും ഇങ്ങനെ ഓരോ തവണ പോകുമ്പോൾ നമ്മൾ ജേർണലിസ്റ്റിക് വൈലുള്ള എക്സ്പ്ലോറേഷനാണ്. അപ്പോൾ പലരോട് ചോദിക്കും. അപ്പോൾ ഒരുത്തിനോട് ചോദിച്ചു, അവൻ ഇപ്പോൾ ക്രിസ്ത്യാനിയാണ്, ഒരു സംഘപരിവാറുകാരൻ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവനോട് ചോദിച്ചോടാ, നിനക്കത് ഇനി പുലുവാലല്ലേ, ഇനിയിപ്പോൾ നീ ഇത് ഈ ജാതി ഇനി എന്നെ ആക്രമിക്കില്ലേ? എന്നെ ആരും ആക്രമിക്കില്ല, എന്താ ഇതെല്ലാം ചെയ്ത് ഞാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര, ക്രിസ്ത്യൻസിന് ഭയങ്കര സ്പിരിറ്റാണ് അവിടെ. അവിടെ ഇതിൽ നിന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ പേരുകൾ, ഇപ്പോൾ ഒരുപാട് പേരുകൾ പറയേണ്ടി വരും പല ലെവലിൽ. ഇപ്പം ഞങ്ങൾ ഈ നിരപരാധികൾ 7 പേര്, അപ്പോൾ എൻ്റെ കൂടെ ഇതിനൊക്കെ നിന്ന് ഞാൻ പറഞ്ഞ ഒരു വളരെ ദയനീയ അനുഭവങ്ങൾ പലതുണ്ട്. വേദനിക്കുന്ന വേറെ ഒന്നുമല്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു പറയാലോ, നമുക്കറിയാലോ, കൊലപാതക കേസിലുള്ളവർക്കുള്ള സ്വീകരണം പാർട്ടി രാഷ്ട്രീയ ലെവലിൽ മന്ത്രിമാർ പോയിട്ടാണ് ജയിലിൽ നിന്ന് സ്വീകരിച്ച് കൊണ്ടുവരുന്നത്. 11 കൊല്ലം നിരപരാധികളായ മനുഷ്യർ ജയിലിൽ കിടന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് ഞാൻ അന്ന് ഹംഗറിയിൽ ബുഡാപെസ്റ്റിലൊരു ഇൻ്റർനാഷണൽ കോൺഫറൻസിലാണ്. ഞാൻ അത് കഴിഞ്ഞ് റോമിൽ, ഗ്രിഗോറിയനിലും ദുബായിലൊക്കെ പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്തിട്ട് പോയത്. റൗണ്ട് ടിക്കറ്റാണ്. അപ്പോഴാണ് ഇവർക്ക് ജാമ്യം, നമ്മളുടെ ഒരുപാട് കഥയുണ്ട് അതിൻ്റെ പിന്നിൽ, ജാമ്യം ഓർഡർ വരുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ 2019 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അന്നാണ് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നത് എല്ലാവർക്കും. 2 പേർക്ക് നേരത്തെ കിട്ടിയിരുന്നു, 5 പേരെ ഒന്നിച്ച്. ഉടൻ തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇവിടേക്കൊന്നല്ല ഇനി പോകണ്ടേ, ഞാൻ വേറെ വിട്ട് വേറെ ഒരു ഫ്രഷ് ടിക്കറ്റ് വാങ്ങിച്ച് ഡൽഹിയിൽ വന്നു, കണ്ടമാലിൽ വന്നു, അങ്ങനെ ആ ജയിലിൽ വന്നു. അപ്പോൾ ഞാനിത് കേസ് ഞാനൊന്നല്ല, കേസ് ഡയറക്റ്റ്ലി ഞാൻ ഇൻവോൾവ് അല്ല എന്ന് പറഞ്ഞാൽ ഫയൽ ചെയ്താക്കുന്നത് നമ്മുടെ ചർച്ചിൻ്റെ പലരാണ്. അവരോട് വിളിച്ച് പറഞ്ഞു വൈകിട്ടോണ്ടിരിക്കാം. അത് അപകടമാണ്. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാനായി ഞാൻ എൻ്റേതായ രീതിയിൽ നമ്മുടെ ചില ഹിന്ദു ടോപ്പ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരു മനുഷ്യ കുഞ്ഞില്ല. ഇവരെ 4 ബന്ധുക്കളും 4 ഹിന്ദുക്കളും മാത്രമാണ് ഈ 11 കൊല്ലം ജയിലിൽ കിടന്ന ക്രിസ്ത്യാനികൾ റിലീസ് ചെയ്യുന്ന മൊമെൻറ്റ്. പക്ഷെ ഞാൻ എൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ട് ഞാൻ അന്ന് സാധാരണ രീതിയില്ല, ഒരു പ്രൊഫഷണൽ ക്യാമറമാൻ, ഒരു ഇന്നോവയിലാണ് ഞങ്ങൾ ടീമോ പോയത്. അവിടെ നിന്നു അത് വേൾഡ് വൈഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു ഗോവയിൽ നിന്ന്. എൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് ആൾ പറയാണ്, യുവർ പ്രോഗ്രാം വാസ് ലൈവ് ഓൺ CTV. കണ്ടമാലിലെ കാട്ടിലെ ജയിലിൽ, ബലികുട ജയിലിൽ ഇവരെ റിലീസ് ചെയ്യുന്ന ഒരാൾ വന്നില്ലെങ്കിലും ഞങ്ങൾ 7 പേര് അവിടെ ഉള്ളെങ്കിലും ലോകം മുഴുവൻ വാർത്ത വന്നു. ദർ ഈസ് എ ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മുടെ റെസ്പോൺസ്, കമ്മ്യൂണിറ്റി റെസ്പോൺസ് കൂടെ ഡൺ. നമുക്ക് ഇങ്ങനെയൊന്നല്ല വി ഷുഡ് റെസ്പോണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പറഞ്ഞപ്പോഴേ ഇപ്പോൾ മൊത്തത്തിലൊരു ദർ ഇസ് എ ഫിയർ. അത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ദർ ഇസ് എ ഫിയർ ഫാക്ടർ ഉണ്ട്. പക്ഷെ നമ്മൾ വി ഷുഡ് ലേൺ ടു ഫോളോ ക്രൈസ്റ്റ്. ആ കണ്ടമാലിലെ രക്തസാക്ഷികൾ, ഞാൻ ഇപ്പോൾ ഈ അവിടെ വെച്ച് നമ്മുടെ ആർച്ച് ബിഷപ്പ് ചെയ്യുന്നകത്ത് പറയുന്നൊരു കഥയില്ല. എന്താണെന്നറിയും, എനിക്ക് അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ട് തോമസ് ലീയുടെ സ്പിരിറ്റാണ് എനിക്ക് കണ്ട് തൊട്ട് വിശ്വസിച്ചാൽ മാത്രമേ ഞാൻ എഴുതുള്ളൂ. കാരണം അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലാവും. വേറെ പലരും അവർ പറഞ്ഞു ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ജീവിക്കുന്നവരാണെങ്കിൽ അവരെ കാണണം, എന്നാലേ നമ്മൾ അത് ചെയ്യുള്ളൂ. അപ്പോൾ ആർച്ച് ബിഷപ്പ് പറയുകയാണ്, ഒരു വയസ്സായ വൃദ്ധന്മാർ ഇവരെല്ലാവരും കാട്ടിലേക്ക് ഓടി. അവർ എവിടേക്കാണ് ഓടണേ? അവർ പറഞ്ഞു അവർ കൊല്ലണമെന്ന് വന്നോട്ടെ, നമ്മൾ ഉടനെ ഇരിക്കാമെന്ന് പറഞ്ഞു അവർ വീട്ടിലിരിക്കുക. അപ്പോൾ ഇവർ വന്നു, നിങ്ങളോട് പറഞ്ഞില്ല എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ക്രിസ്ത്യമതം ഉപേക്ഷിക്കണം? ഞങ്ങൾ ഇത്രയും കൊല്ലം ക്രിസ്ത്യാനിയെ ജീവിച്ചു, ഇനിയിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ക്രിസ്ത്യാനി മാറാനൊന്നും നമ്മളില്ല, എന്നാൽ നിങ്ങളെ കൊല്ലും, എന്നാൽ കൊന്നോ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ കൊല്ലരുത്, എൻ്റെ ഭാര്യ കൊല്ലരുത്, എന്നെ കൊന്നോ. അപ്പോൾ അവർക്ക് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ മാറി നിൽക്ക്, ഇവർ ഡിറ്റർമിൻഡ്. അപ്പോൾ ആൾ പറയാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കൊന്നു, കുറച്ചൊരു 5 മിനിറ്റ് എനിക്ക് തരും. പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്, ദൈവമേ ഇവിടെ ശാന്തി ഉണ്ടാവണേ, അവിടെ പ്രതിബദ്ധ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ വാള് താഴെയിട്ട് പോയി എന്നാണ് പറയുന്നത്. സീ ഹൗ ദിസ് വിറ്റ്നസ് യാതൊരു ഫിയർലെസ്. ഇപ്പം എൻ്റെ ലേറ്റസ്റ്റ് 21ാം നൂറ്റാണ്ടിലെ കണ്ടമാലിലെ എക്സാക്ട് അതിൻ്റെ അവസാനം ഒരു ക്ലിപ്പ് കാണാം. ഒരു ഗോണ്ടാദികൾ കഴുത്തിലൊരു 10-40 സ്റ്റിച്ചാണ് വാളുകൊണ്ട് വെട്ടിയിട്ട്, കാലിൽ 2ലും ഫുൾ വെട്ടാണ്. അവനൊക്കെ വെട്ടി നുറുക്കിയതാണ്. അവനിപ്പോൾ പാസ്റ്ററായിട്ട് അവിടെ നടക്കണേ. അപ്പോൾ ഈ കണ്ടമാലിൽ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. ഞാനിങ്ങനെ ചെന്നപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ ഗ്രില്ല് പുതുക്കി, അവൻ പഴയ വീട് ഇപ്പോൾ പൊളിച്ച് തകർത്തതാണ്. അപ്പോൾ പഴയ തകർത്ത് അവരിൽ കാശൊന്നുമില്ല, കിട്ടിയതൊക്കെ തട്ടിക്കൂട്ടി അവർ വീട് ശരിയാക്കണം. അപ്പോൾ പഴയ ഗ്രില്ലെടുത്ത് വെച്ചു. ഗ്രില്ലെടുത്ത് വെച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ
വെട്ടിയിട്ട് എൻ്റെ ബുദ്ധി നോക്കി ഒരു പുതിയ കുരിശ് വെച്ചിരിക്കുകയാണ്. വേണ്ടി നിനക്ക് തലയ്ക്കൊരു വട്ടുണ്ടോ എന്നാണ് ഇംഗ്ലീഷ് ഹിന്ദിയിൽ പറയാം. പാകൽ തന്നെയാണ് കൊളോക്കിയൽ ഭാഷ. നമ്മുടെ മലയാളത്തിൽ വട്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഹിന്ദിയിൽ നല്ല സ്വീറ്റ് ഭാഷയാണ്. ആ പാകൽ നിനക്ക് ഒരു വട്ടൊന്നും എന്തിനാ നീ ചെയ്യണം? ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് ചെയ്യും. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചു, ഇവിടെ ജനിച്ചു, ഞാൻ ക്രിസ്ത്യാനിയായിട്ടും മരിക്കും, ഇവിടെ മരിക്കും. ഒരാളും സ്ഥലം വിട്ട് ഓടിയിട്ടില്ല. അവരൊക്കെ തിരിച്ചു വന്ന് ഇത് കാണുമ്പോൾ അവരിൽ മറ്റുള്ളവരിൽ ചലനം വന്നിരിക്കുകയാണ്. നിരപരാധികളുടെ വിശ്വാസം അവർ പറയാണ്, അവർ 7 പേരും പരസ്പരം അറിയില്ല. അപ്പോൾ ഇവർ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ 100-200 പേരുണ്ട്, ആ കുറച്ച് ക്രിസ്ത്യാനിയുള്ളൂ. അയ്യോ ബ്ലഡി സ്വാമിയെ അപ്പോൾ അവർ സ്റ്റോറി എന്താണ്, ഇവർ സ്വാമിയെ കൊന്നൊന്നല്ല, ജയിലിലുള്ളവർ കുറേ ക്രിസ്ത്യാനികളെ ആക്രമിച്ചവരും ജയിലിൽ കിടപ്പുണ്ട്. ഇവരൊക്കെ വിറ്റാനിട്ട് തല്ല്, ചവിട്ടും, കൊത്തും, മുടി വലിക്കും, തുപ്പും. അവർ ഫുട്ബോൾ പോലിട്ട് ഇവരെന്നെ മേടും. ഈ പാവങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ ചെയ്യാല്ല, നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവമേ ഇവരോട് മാപ്പ് കൊടുക്കണേ, ക്രിസ്തന്മാരിൽ ശാന്തി ഉണ്ടാവണേ. അപ്പോൾ ഇവർ എന്ത് ചെയ്താലും ഇവർ പ്രതികരിക്കില്ല, ഇവർ ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. അപ്പോൾ പതുക്കെ ഈ മലയിലെ പ്രസംഗം പോലെ അവർ, നിങ്ങൾ വിശ്വസിക്കില്ല, കണ്ടമാലിലെ ജയിലിൻ്റെ ഉള്ളിൽ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയുള്ളവരും മറ്റുള്ളവരും പിന്നെ അവർക്ക് അസുഖം വന്ന് ഇവരോട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ തന്നെ ജയിലിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ട സിനിമയൊന്നുമല്ല, ഞാൻ പലതവണ എനിക്ക് എൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ജയിൽ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, സാറിനെ കടത്തില്ല, എനിക്ക് കൃത്യം ഓർഡർ ഉണ്ട്, കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നടന്നില്ല. പിന്നീട് ഞാൻ വേറെ സ്ഥലത്ത്, അപ്പോൾ ഈ ജയിലിലുള്ളവർക്ക് വരെ ഇവരോട് പിറ്റ്, ഈ പാവങ്ങൾ വെറുതെ ഒരു കുറ്റവും ചെയ്യാത്ത വന്ന ബുദ്ധിനൊക്കെ പിടിച്ചിട്ടിട്ട് ജയിലിൽ കിടക്കണം, ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് അപ്പീൽ സീറ്റിന് കിടക്കും. അപ്പോൾ അവർക്ക് തോന്നി ഇവർ കിടക്കുന്നത് പുൽവാനി ഡിസ്ട്രിക്ട് ജയിലിലാണ്. ഇവരെ സ്ഥലം കൊട്ടാകാട് എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഹൈവേ അല്ലാതെ ഇത് ഊടുവഴിയിൽ 150 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഭാര്യമാർ ആദ്യം കൊട്ടാകടിയിൽ നിന്ന് അവിടെ ഇവിടുന്നൊക്കെ വന്ന ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കും. അവിടെ നിന്ന് രാവിലെ ഒരു ബസ് കയറിയിട്ട് കൊട്ടാകടിയിൽ നിന്ന് ബലികുടയിൽ വരും. അവിടെ നിന്ന് വേറെ ബസ്സിൽ കയറി എത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പോൾ അന്ന് രാത്രി പുൽവാനിയിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങി ഭർത്താക്കന്മാരെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ കാണും, വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ കണ്ടിട്ട് വിട്ടാൽ തിരിച്ചു പോകണം. 3 ദിവസമാണ് ഓരോ ട്രിപ്പ്. അപ്പോൾ ജയിലിലുള്ളവർക്ക് അവർക്ക് സിമ്പതി തോന്നി അവരെന്ത് ചെയ്തു, 2017 അവർ ഫുൽബാനിൽ നിന്ന് ഇവിടേക്ക് ബലികുട. അപ്പോൾ പിന്നെ 50 കിലോമീറ്റർ അവർക്ക് വരുന്നുണ്ട്. അവർക്ക് കാണാൻ എളുപ്പമായിക്കോട്ടെ എന്ന് ജയിലുള്ളവർ ഔട്ട് ഓഫ് വേ അവരെ ഹെൽപ്പ് ചെയ്യാണ്. അല്ല, ദർ ആർ ഗുഡ് പീപ്പിൾ. അതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്ത് കൊള്ളരുതായ്മ ചെയ്താലും മനസാക്ഷിയുള്ള മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അവർ ഒന്നും കൂടി ഉണർന്ന് അവർക്ക് ഒന്നും കൂടി വിശ്വാസം കൊടുക്കാൻ നമുക്കൊക്കെ പറ്റിയ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ബലികുടയിൽ നിൽക്കുമ്പോൾ ഒരുത്തം എന്നോട് പറയാം, സാറിൻ്റെ ആൾക്കാർ കൂടിയുണ്ട്. ഇത് ഞാൻ ക്യാമ്പയിൻ പല രീതിയിൽ എല്ലാവർക്കും അറിയാം, അവിടെയുള്ളവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അവരിപ്പോൾ ഈ സബ് ജയിലിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്തൊക്കെ ജയിലിലൊന്ന് കയറിപ്പോയി ഒരു ജേർണലിസ്റ്റിക് വേയിൽ അങ്ങോട്ട് കയറി ചെന്നു. സൂപ്രണ്ടിനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ജയിലിൽ ഞായറാഴ്ച അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് വന്നതാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥനയിലൊന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു ജയിലിൻ്റെ ഉള്ളിൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈസ് വെരി സിമ്പിൾ. നല്ല മനുഷ്യരാണ് ജയിൽ സൂപ്പറിൻ്റെ ആൾ. പറഞ്ഞാൽ സാറ് ഭയങ്കര കൃത്യ റൂളുണ്ട്, അതിൻ്റെ ഐഡൻറ്റിറ്റി തരണം, അപ്ലിക്കേഷൻ തരണം, ഭുവനേശ്വറിലേക്ക് അയച്ചിട്ട് ജയിൽ IG-യുടെ പെർമിഷൻ കിട്ടണമെന്ന്. അപ്പോൾ എനിക്കറിയത് നടക്കാൻ പോണേ. ആ കാരണം പരിപാടികൾ കുറച്ച് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ പോലെ, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ അപ്പോൾ ഓൾറെഡി വാർത്തയാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിലെ പരിപാടിയാണ്. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ്, ഇവിടെ ഒരു പാസ്റ്റർക്ക് പ്രാർത്ഥന നടത്താനായിട്ട് വരുന്ന പാസ്റ്ററായിട്ട് 2 പാസ്റ്ററിൻ്റെ അഡീഷണൽ 1+2 2 പേരെ കൊണ്ടുവരാം. സാറ് ആളുടെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഞാൻ പാസ്റ്ററിൻ്റെ നമ്പർ അതിപ്പോൾ ഞാൻ തരാം. ആൾ ക്വാർട്ടേഴ്സിൽ പോയി നമ്പർ എടുത്ത് തന്നു. ഞാൻ ജയിലിൽ കയറി അവരൊപ്പം പ്രാർത്ഥിച്ചു. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ടെൽ യു, ജീവിതത്തിൽ മനുഷ്യരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, അത് ഓർത്താൽ കണ്ണീന്ന് വെള്ളം വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇത് കണ്ടമാലിൻ്റെ ഭീകരത വരെയാണ്. 4-ാം ദിവസം ഞാൻ വിളിക്കുകയാണ്, എന്തായി എന്നൊക്കെ. അപ്പോൾ പറയാണ്, ഈ 7 പേരെ 5 ജയിലിലേക്ക് മാറ്റിയെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ കയറിയെന്ന് അറിഞ്ഞത് കൊണ്ട് അറിയേണ്ടവർ അറിഞ്ഞപ്പോൾ ഇനി ഞാൻ ഒരിക്കലും ജയിലിൽ കയറി ഒന്നിച്ച് കാണാതിരിക്കാൻ 4 ഡിസ്ട്രിക്റ്റിലേക്ക് മാറ്റിയെന്ന്. എന്നാലും അവർ പുറത്താണ്. സോ ഗോഡ് ഈസ് പവർഫുൾ. വളരെ തീക്ഷ്ണമായ ഇത്തരം ശ്രമങ്ങൾ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വലിയ ഒരു സാക്ഷ്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജനാധിപത്യത്തോടുള്ള സ്നേഹമാണ്, ഭാരതത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം ഇവിടുത്തെ ഒരു സെക്കുലർ ജനാധിപത്യ സ്വഭാവം ഈ രാജ്യത്ത് നിലനിന്നെങ്കിൽ മാത്രമേ എല്ലാത്തരം വിശ്വാസധാരകൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ അഭിമാനം. അല്ല, ഞാൻ ഇത്രയും ക്യാമ്പയിൻ ചെയ്തിട്ട് സബ് ഓഫ് ഫെയ്ത്ത് ഡയമെൻഷൻ എല്ലാവരും കൊണ്ട് സ്തുതി പറയുകയൊക്കെ ചെയ്യെങ്കിലും എൻ്റെ കൂടെ ഇത് മുന്നോട്ട് എടുത്തിട്ടുള്ളത് കുൽദീപ് നായർ എൻ്റെ ബുക്ക് റിലീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. അതെ,
ഒരുപാട് വലിയ തീവ്രമായ അനുഭവങ്ങളിലൂടെയാണ് സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ഞങ്ങൾ കടന്നുപോയത്. ഇതേ അനുഭവം ഇതിൻ്റെ ഈ കാഴ്ചക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം 2008 മുതലുള്ള ഒരു കണ്ടമാൽ രക്തസാക്ഷിത്വത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ മൊത്തം രാജ്യത്തെക്കുറിച്ച് ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണിത്. തീവ്രവാദം, മതതീവ്രവാദം, അത് ആര് നടത്തിയാലും അത് വലിയ തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. മതം ഒരു പോയിന്റ് കൂടി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിൽ ഹൂക്കിൽദ സ്വാമിയിൽ ഒരു സ്ത്രീയെ കാണിക്കുന്നത്, റാഞ്ചി പ്രധാൻ. അവർ ചോദിച്ച ചോദ്യം അതൊക്കെയാണ് ഭയങ്കര വളരെ പവർഫുള്ളാണ്. അതുപോലെ ഹൂക്കിൽദ സ്വാമിയിലെ എൻ്റെ അവസാനത്തെ വാചകം ഉണ്ട്, എന്താണെന്നറിയോ? whatever you gain in the name of hatred will becomes a burden in the end. ഇതൊക്കെ ഗാന്ധിയുടെ കൊട്ടേഷൻ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കുന്നത്. ശരിക്കും സംഘപരിവാറിന് കണ്ടമാൽ ഇപ്പോൾ ലൈബിലിറ്റി ആയി, അവർക്ക് വാ തുറക്കാൻ പറ്റില്ലേ? whatever you do, whatever you gain, जो नफरत से जीता है बारी पड़ जाती है. ഹേറ്റ്രഡിൽ നേടിയത് ഒന്നും നേട്ടമല്ല, അവസാനം അത് മനുഷ്യ ഓരോരോ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ റാഞ്ചി പ്രധാൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഇവരുടെ മകൻ ദശരഥ് പ്രധാൻ, അവൻ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ഈ ടിയാങ്കിയ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ 7 ക്രിസ്ത്യാനികളെ വെട്ടി നുറുക്കിയ സ്ഥലമാണ്. വെട്ടി നുറുക്കിയതാണ് ഇത്. ഹിന്ദുമതം ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറാത്തതിൻ്റെ പേരില്ല, അല്ലാതെ വെറുതെ പോയിട്ട് കൊന്നതൊന്നുമല്ല. അപ്പോൾ ഈ ദശരഥ പ്രധാൻ അങ്ങനെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന കണ്ടപ്പോൾ ഇവർ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇവരെ ആക്രമിക്കുന്നു, ഇവരെന്ത് കുറ്റം ചെയ്തിട്ടാ? അവിടെ സ്വാമിയെ കൊന്ന ആരെങ്കിലും കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് 100 കിലോമീറ്റർ ഉണ്ട്. ഈ ടിയാങ്കിയിൽ നിന്ന് 100 കിലോമീറ്റർ ഉണ്ട് സ്വാമിയെ കൊന്ന ജൽസപ്പേട്ട എന്ന് പറയുന്ന ആശ്രമത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇവരിവിടെ എന്ത് കുറ്റം ചെയ്തു? നീ അവരുടെ ദലാളാണ്, ഏജൻറ്റാണ്, ക്രിസ്ത്യാനികളുടെ ഏജൻറ്റാണ് എന്നും പറഞ്ഞ് അവനെ വെട്ടിക്കൊന്നു. അമ്മയുടെ മുന്നിലാണ്, ഹിന്ദുവാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, അവനെ വെട്ടിക്കൊല്ലാണ്. അത് കഴിഞ്ഞിട്ട് ഈ അമ്മ ഇവർ നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ബെഡ്ഷീറ്റ് കൊടുത്തിട്ട് ഇത് മൂടിയിട്ടു. ഇത് മൂടിക്കഴിഞ്ഞപ്പോൾ അവരത് ബെഡ്ഷീറ്റ് എടുത്തെറിഞ്ഞു. എന്നിട്ട് അമ്മ പറയാം, ഒരു പട്ടി എൻ്റെ മോൻ്റെ കാലെടുത്ത് കൊണ്ടുപോയി കുത്തമേരെ പെറ്റക്ക പേരിലേക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് പറയാം, ഞാൻ ഹിന്ദുവാണ്, എൻ്റെ മോനും ഹിന്ദുവാണ്, അവരെന്തിനത് ചെയ്തേ? അപ്പോൾ കണ്ടമാൽ നമ്മുടെ മുന്നിലുയർത്തുന്നൊരു ചോദ്യം, ആ അമ്മയുടെ സ്റ്റോറി, റാഞ്ചി പ്രധാൻ്റെ സ്റ്റോറി. അവർ പറയാം, വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് കൺട്രി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 2 തരം ഹിന്ദുക്കളുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹിന്ദുക്കളാണ്, പറ്റല്ലേ? എൻ്റെ കൂടെ നിന്നുള്ളവർ നിങ്ങൾ മറ്റേ ഹിന്ദുക്കൾ, ദർ ആർ ഗുഡ് ഹിന്ദുസ്, മെജോറിറ്റി ആർ ദർ. പക്ഷേ കുറേ പൊളിറ്റിക്കൽ അജണ്ട കൺഫ്യൂസ്ഡ് ആയിട്ട്, മിസ്ലീഡ് ആയിട്ട് കുറേ പേര്. ഞാൻ പറഞ്ഞു, പക്ഷേ കണ്ടമാൽ സ്വാമിയെ കൊന്നതാര്? എല്ലാ മലയാളി ഹിന്ദുക്കളും വായിച്ചാൽ ഇവിടെ പിന്നെ മറ്റേ വർഗീയതയ്ക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. എന്താണ് അവർ ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ലോകോ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞ കണ്ടമാലിൽ 3 ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. ഒരു സുഖേശ്വർ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ആൾ ആർമി റിട്ടയർഡ് ഫൗജിയാണ്. അവിടെ ഗ്രാമത്തിൽ രാത്രി 12 മണിക്ക് ഡെഡ്ലൈൻ, രാത്രി 12 മണിക്ക് വാളും ആയുധങ്ങളായിട്ട് വരികയാണ് ആ ഗ്രാമം ആക്രമിക്കാൻ. കാരണം ഇവർ ആവാൻ പറഞ്ഞിട്ട് ക്രിസ്ത്യാനിയും മാറിയിട്ടില്ല. അപ്പോൾ ആൾ വരുമ്പോൾ 2 കൈ നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഇവരെ തൊടാൻ സമ്മതിക്കില്ല. ഉടൻ തന്നെ ആളുടെ കയ്യോ വെട്ടി വീഴ്ത്തിയെന്നാണ് പറയുന്നത്. അവിടെ ആ 2 കൈ അവിടെ വെട്ടി വീണ ആൾ ഓടി. ആ സ്പോട്ടൊക്കെ ബുക്കിലുണ്ട്. എന്നിട്ട് അതിന് പെങ്ങൾ പറയാണ്, ഇവിടെയാണ് അവസാനം ആൾ വെട്ടി നുറുക്കിയത്. അത് കഴിഞ്ഞിട്ട് ആളേൻ്റെ കാര്യത്തിൽ നല്ല വിചാരണ കേൾക്കണം. ഇങ്ങോരെ കൊലപാതകത്തിൽ ഒരു ഹിന്ദുവിൻ്റെ, ഈ സുഖേശ പ്രധാൻ്റെ സിദ്ധേശ്വർ പ്രധാൻ്റെ കൊലപാതകത്തിൽ വിധി വരുമ്പോൾ ജഡ്ജി പറയുകയാണ്, കേട്ടത് നമ്മൾ ചിരിക്കും. എന്താണെന്നറിയാം? ദർ ഈസ് നോ എവിഡൻസ് ഇല്ല. ദ അക്യൂസ്ഡ് ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ക്രൈം ബട്ട് ദ ഗിൽറ്റി ഓഫ് ഡിസ്ട്രോയിങ് ദ എവിഡൻസ്. മനസ്സിലായി? ഇവർ പ്രതികൾ ആളെ കൊന്നുവെന്ന് തെളിവില്ല, പക്ഷെ തെളിവ് നശിപ്പിച്ചതിന് തെളിവുണ്ട്. എന്താണ് തെളിവ് നശിപ്പിച്ചത്? കൊന്ന ആളുടെ കൈയും കാലും എടുത്ത് കത്തിച്ചതിന് തെളിവുണ്ടെന്ന്. അതുകൊണ്ട് 3 കൊല്ലം തടവ് ശിക്ഷ. അപ്പോൾ അങ്ങനെ ഈ ഇന്ത്യയുടെ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു നീരാളിയുടെ ടെൻറ്റക്കിൾസ്, അതിൻ്റെ എന്താ പറയുക, നീരാളിയുടെ ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അത്തിക്കൺ എന്തെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് മലയാളത്തിൽ. അതിങ്ങനെ പരന്നു പിടിച്ച് കിടക്കുകയാണ്. അതിൽ നിന്ന് ഈ രാജ്യത്തെ വിമോചിപ്പിക്കണമെങ്കിൽ സത്യത്തിലും നീതിക്കൊക്കെ വിശ്വസിക്കുന്നവർ ഒന്നിച്ച് നിൽക്കണം. ഇവിടെ ഇതൊരു അജണ്ടയാണ്. അതിപ്പോൾ ക്രിസ്ത്യാനിയൊന്നല്ല ഇവിടുത്തെ ടാർഗറ്റ്. മുസ്ലിങ്ങളാകും, സർദാറാവും, ഇവിടെ ലക്ഷ്യമൊന്നും ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി എല്ലാ വക്രതയും കാണിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തുകയാണ്. അപ്പോൾ പത്രങ്ങൾ, മാധ്യമപ്രവർത്തകരെ പലരും, ഞാൻ പറയാം 100%, ഒറീസയിലെ മീഡിയ മുഴുവൻ എൻ്റെ സപ്പോർട്ടേഴ്സാണ്. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ടാവണം, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മതതീവ്രവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു ഇന്ധനം ഇപ്പം വെറുപ്പാണ്. അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇലക്ഷനും ജയിക്കാം, ഏത് കാര്യവും നേടിയെടുക്കാം.
എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തി. അപ്പോൾ അത് ആണ് ഇപ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മതങ്ങൾ അത് ഏറ്റെടുക്കരുതെന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. രാഷ്ട്രീയക്കാർ ഈ മതത്തെ ഈ വില കുറഞ്ഞ ഇന്ധനം കൊണ്ട് വിലക്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പേടിപ്പെടുത്തുന്ന സത്യം കൂടെ ഓർമ്മിക്കുകയാണ്. 14 അല്ല, അതിലേറെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇതൊരു വലിയ എന്താണ് ആൻറ്റോ അക്കരെ എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന ജേർണലിസ്റ്റ്, മനുഷ്യാവകാശ പ്രവർത്തകൻ. പക്ഷെ അതിൻ്റെ കൂടെ ഈ ഗാന്ധി പറഞ്ഞ വാചകം കൂടി ചേർക്കണം. എന്തെന്ന് പറഞ്ഞാൽ ജോ നഫ്രത്ത് സെ ജീത്തായ ഭാര്യ പിടിച്ച കത്തിക്കരുത്. വെറുപ്പിൻ്റെ വിളവെടുപ്പ് അത് ഒരിക്കലും ഫലം ചെയ്യില്ല. അത് നൈമിഷികം, ടെമ്പററി ആവും. ബട്ട് ഇൻ ദ ലോങ് റൺ യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. അതിൻ്റെ ദേ ആർ പേയിങ് ദ പെനൽറ്റി ഫോർ കണ്ടമാൽ ഉണ്ടാവും. വായടച്ചും മിണ്ടായിരിക്കാണ് ടോപ്പ് ലീഡർഷിപ്പ് ടു ദ ബോട്ടം. ഒരാൾ ഈ വാക്ക് പറയില്ല, കാരണം ദേ ഹാവ് ബീൻ കോട്ട് റെഡ് ഹാൻഡഡ്. അപ്പോൾ പുതിയ പ്രതീക്ഷയുണ്ട്. അവർ ഒരു ഭാഗത്ത് ഇന്ധനം ഇങ്ങനെ ചെയ്താലും ഈ വെറുപ്പ്, വിദ്വേഷം, ഗാന്ധി പറഞ്ഞത് ഭയങ്കര പ്രൊഫറ്റിക് വേർഡ്സ് ആണ്. ഞാൻ എൻ്റെ കൺക്ലൂഡിങ് സെൻറ്റൻസ് ആണ്, ഹൂക്കൽ ദ സ്വാമിയുടെ കൺക്ലൂഡിങ് സെൻറ്റൻസ് ആണ്. വട്ട് എവർ യു ഗെയിൻ ബൈ ഹേറ്റ്രഡ് ഇസ് ബിക്കംസ് എ ബർഡൻ ഇൻ ദി എൻഡ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം തന്നെ ആവട്ടെ ഒരുപക്ഷെ ഈ കേൾക്കുന്ന ആളുകളിലേക്ക് അവസാനം എത്തുന്ന ഏറ്റവും ഉറച്ച ശബ്ദം. ഒത്തിരി നന്ദി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്. താങ്ക് യു വെരി മച്ച്.